ഗൾഫ് രാജ്യങ്ങളിൽ മികച്ച നഴ്സിംഗ് ജോലി തേടുന്നവർക്ക് സുവർണാവസരം. യുഎഇയിലെ പ്രമുഖ വിമാന കമ്പനിയായ എമിറേറ്റ്സ് ഗ്രൂപ്പ് നഴ്സിംഗ് ക്ലിനിക്കൽ ലീഡ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പ്രതിമാസം 3.25 ലക്ഷം രൂപ വരെ ശമ്പളവും ആകർഷകമായ ആനുകൂല്യങ്ങളും വാഗ്ദാനം ചെയ്യുന്ന ഒഴിവിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ജൂലൈ 24 യുഎഇയിലെ പ്രമുഖ വിമാന കമ്പനിയായ എമിറേറ്റ്സ് ഗ്രൂപ്പ് മെഡിക്കൽ സർവീസസ് വിഭാഗത്തിൽ നഴ്സിംഗ് ക്ലിനിക്കൽ ലീഡ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു. നഴ്സിംഗ് മേഖലയിൽ പരിചയസമ്പന്നരായ ഉദ്യോഗാർത്ഥികൾക്ക് കമ്പനിയുടെ ഔദ്യോഗിക കരിയർ പോർട്ടൽ വഴി അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷിക്കാനുള്ള അവസാന തീയതി ജൂലൈ 24 അപേക്ഷകർക്ക് ക്ലിനിക്കൽ, മെഡിക്കൽ അല്ലെങ്കിൽ സേഫ്റ്റി മേഖലയിൽ കുറഞ്ഞത് 8 വർഷത്തെ നഴ്സിംഗ് പ്രവൃത്തി പരിചയമുണ്ടായിരിക്കണം. കൂടാതെ ദുബായ് ഹെൽത്ത് അതോറിറ്റിയിൽ രജിസ്റ്റേർഡ് നഴ്സായി രജിസ്റ്റർ ചെയ്യാൻ അർഹതയുള്ളവരോ നിലവിൽ ലൈസൻസ് ഉള്ളവരോ ആയിരിക്കണം. ടെലിമെഡിസിൻ സേവനങ്ങളുടെ മേൽനോട്ടം, ട്രയാജ് സംവിധാനങ്ങളുടെ ഏകോപനം, നഴ്സിംഗ് ടീമിന്റെ നേതൃത്വവും ഗുണനിലവാര നിയന്ത്രണവും ഉൾപ്പെടുന്നതാണ് പ്രധാന ചുമതലകൾ. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം ഏകദേശം 2 ലക്ഷം രൂപ മുതൽ 3.15 ലക്ഷം രൂപ വരെ ശമ്പളം ലഭിക്കും. ഇതോടൊപ്പം ടാക്സ് ഫ്രീ ശമ്പളം, എമിറേറ്റ്സ് വിമാനയാത്രാ ആനുകൂല്യങ്ങൾ, താമസ ഗതാഗത സൗകര്യങ്ങൾ, ആരോഗ്യ, ലൈഫ് ഇൻഷുറൻസ്, വാർഷികാവധി എന്നിവയും ലഭ്യമാകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. 2026 ഫിഫ ലോകകപ്പ് ഫൈനൽ പ്രമാണിച്ച് സംസ്ഥാനത്തെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചു. മത്സരം തടസ്സമില്ലാതെ കാണാൻ സംസ്ഥാനത്ത് ഞായറാഴ്ച ആസൂത്രിത വൈദ്യുതി നിയന്ത്രണവും ഉണ്ടാകില്ലെന്ന് KSEBയും അറിയിച്ചു. ഫുട്ബോൾ ആരാധകർക്ക് ഇരട്ട സന്തോഷ വാർത്തയാണ് സംസ്ഥാന സർക്കാരും KSEBയും നൽകിയത്. 2026 ഫിഫ ലോകകപ്പ് ഫൈനൽ ഇന്ത്യൻ സമയം തിങ്കളാഴ്ച പുലർച്ചെയാണ് നടക്കുന്നത്. നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയും സ്പെയിനും തമ്മിലുള്ള കലാശ പോരാട്ടം ലക്ഷക്കണക്കിന് മലയാളികളും തത്സമയം കാണുമെന്ന സാഹചര്യത്തിലാണ് സർക്കാർ പ്രത്യേക തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചത്. ഫൈനൽ മത്സരം കണക്കിലെടുത്ത സംസ്ഥാനത്തെ എല്ലാ സർക്കാർ എയ്ഡഡ്, അൺഎയ്ഡഡ് സ്കൂളുകൾക്കും കോളേജുകൾക്കും പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും ഇത് സംബന്ധിച്ച ഉത്തരവിറക്കിയത്. എന്നാൽ നേരത്തെ നിശ്ചയിച്ചിട്ടുള്ള പൊതുപരീക്ഷകൾക്കും സർവകലാശാല പരീക്ഷകൾക്കും ഈ അവധി ബാധകമല്ലെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ലോകകപ്പ് ഫൈനൽ മത്സരം യാതൊരു തടസ്സവുമില്ലാതെ കാണാൻ ഇന്ന് സംസ്ഥാനത്ത് ആസൂത്രിത വൈദ്യുതി നിയന്ത്രണമോ ലോഡ് ഷെഡിങ്ങോ ഉണ്ടാകില്ലെന്ന് കേരള സംസ്ഥാന വൈദ്യുതി ബോർഡ് അറിയിച്ചു. സംസ്ഥാനത്ത് നിലവിൽ വൈദ്യുതി ആവശ്യകത ഉയർന്ന സാഹചര്യമായിരുന്നാലും ഫൈനൽ ദിനത്തിൽ ജനങ്ങൾക്ക് തടസ്സമില്ലാതെ വൈദ്യുതി ലഭ്യമാക്കാൻ അധിക വൈദ്യുതി വാങ്ങാനുള്ള തീരുമാനവും KSEB എടുത്തിട്ടുണ്ട്. ഇതോടെ സംസ്ഥാനത്തെ ഫുട്ബോൾ ആരാധകർക്ക് ആശങ്കകളില്ലാതെ ലോകകപ്പ് ഫൈനൽ മത്സരം വീടുകളിലും പൊതുസ്ഥലങ്ങളിലെ വലിയ സ്ക്രീനുകളിലും ആസ്വദിക്കാനാകും. ലോകകപ്പ് ഫൈനലിനോടനുബന്ധിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചതും വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കിയതും ഫുട്ബോൾ ആരാധകർ ആവേശത്തോടെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.